ദേവാമൃതം. ഇന്ന് 1194 ആണ്ട് കുംഭമാസം 13-ാം തീയതി, അതായത് 2019 ഫെബ്രുവരി 25 തിങ്കളാഴ്ച. നക്ഷത്രം വിശാഖം. എന്നത്തെയും പോലെ ഇന്നത്തെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മോടൊപ്പമുള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയമായ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ 42 വർഷത്തിലേറെയായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചു വരികയും ചെയ്ത ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. നമസ്കാരം ശർമാജി, നമുക്ക് കത്തിലേക്ക് കിടക്കാം അല്ലേ? എവിടുന്നാണ്? തിരുവല്ലയിൽ നിന്ന് കനകൻ മകന് വേണ്ടി എഴുതുന്ന കത്താണ്. അടുത്തിടെ ഉണ്ടായ ചില ക്രിമിനൽ കുഴപ്പങ്ങളിൽ സുഹൃത്തുക്കൾ മുഖേന ചെന്ന് ചാടി. ഗൗരവമുള്ള കേസ് വരെയുണ്ട്. ഇതുമൂലം ജനങ്ങൾക്ക് കുടുംബത്തോടെ മൊത്തവും മകനോടും വളരെ വിരോധമായിരിക്കുന്നു. ഇത്തിരി വിഷമത്തോടെയാണ് ഒരച്ഛൻ അയച്ചിരിക്കുന്നത്. ദശാകാലം തന്നെ ആണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ദോഷങ്ങൾ. ദശാകാലങ്ങളും സമയങ്ങളും ദോഷകരമാവുമ്പോഴാണ് സാധാരണ ആപത്ത്, രോഗങ്ങൾ, അപകടങ്ങൾ, കുറ്റകൃത്യങ്ങളിൽ പെടുക മുതലായവയൊക്കെ ഇവ കൂടുതലായിട്ട് അനുഭവിക്കേണ്ട സന്ധികളുണ്ട്. ഭാഗ്യത്തിന് അതിഭാഗ്യം, ബഹുഭാഗ്യം, അതുപോലെ തന്നെ കാലക്കേടിന് അതീവ കാലക്കേടുകൾ, ലഘുവായ കാലക്കേടുകൾ, തിരുത്താവുന്ന കാലക്കേടുകൾ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ലഗ്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലമാണ് മകന്. 8-ാം രാശിയിൽ, പ്രത്യേകിച്ച് തുലാം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ നീചനാണ്. നീച സ്വഭാവങ്ങളെ കാണിക്കൂ, നീച സ്ഥാനത്ത് കൊണ്ടിരുത്തും, നീചപരമായ കൂട്ടുകെട്ടുകളുണ്ടാവും, നീചമായ ബുദ്ധികളുണ്ടാവും. അവിവേകം കൊണ്ട് വമ്പില്ലാത്ത വില്ലാളിയെപ്പോലെ കാര്യഗൗരവം നോക്കാതെ, മുമ്പ് പിമ്പുകൾ നോക്കാതെ എടുത്തു ചാടി ക്രിമിനൽ കുറ്റങ്ങൾ, വലിയ ക്രിമിനൽ കുറ്റങ്ങൾ വരുത്തിയിടും. ജയിൽ ശിക്ഷയും അനുഭവിച്ചിടും. വലയും ക്രിമിനൽ കുറ്റവും തടവും പിഴ ശിക്ഷയും ജയിലും. ക്രിമിനൽ കുറ്റങ്ങളിൽ പെടുക, അടി, ഇടി, കൊലപാതകം മുതലായവ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഷണം, സ്ത്രീപീഡനം ഇത്യാദികൾ, അതുമല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും വകുപ്പുകൾ ചുമത്താവുന്ന തരത്തിൽ ഉള്ള കേസുകളിൽ പെടാം. അത് ചിലപ്പോൾ കൂട്ടുകാർ മുഖാന്തരമാവാം, ഒരു സന്തോഷത്തിൻ്റെ മുകളിൽ, മദ്യത്തിൻ്റെ മുകളിലാവാം, യാദൃച്ഛികപരമായിട്ടാവാം, ഏതെങ്കിലും തരത്തിൽ ഒക്കെ വരാം. ചിലപ്പോൾ നിരപരാധിയാണെങ്കിൽ പോലും സൂര്യൻ 8 നിൽക്കുന്ന ദശാകാലം ഉള്ള വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് 8 തുലാം രാശിയിൽ സൂര്യൻ നിൽക്കുന്ന കാലഘട്ടം മറ്റ് പരിവർത്തന യോഗങ്ങളോ വർഗോത്തമ യോഗങ്ങളോ അതുപോലെ യോഗഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ഇല്ലാതെ ഒറ്റയ്ക്ക് തനിച്ച് ഏകനായി നീചനായി നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലം ക്രിമിനൽ കുറ്റങ്ങളോ ജയിൽവാസങ്ങളോ തത്തുല്യമായ ബന്ധനങ്ങളോ ഉണ്ടാവും. അത് അനുഭവിക്കുന്ന ആളിൻ്റെ കുടുംബക്കാരോടും ഈ ദേഷ്യവും പിറാവും സമൂഹത്തിന് തോന്നും. ഏതായാലും ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായ എന്ന് പറയുമ്പോൾ നമുക്ക് സമകാലീനമായിട്ട് ചിന്തിക്കാവുന്നതാണ്. ബഹുവിധ ബഹളങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ചിലപ്പം ഒരു കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് പതുങ്ങി വരാം. അപ്പം ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് എല്ലാവരും അവരുടെ കാലവും യോഗവും ജാതകവും ഒക്കെ നോക്കിയിട്ട് എടുത്ത് ചാടാൻ ഒന്നിലും പറ്റുകയില്ല. അപ്പം പൊതുവെ എല്ലാത്തിലും ശ്രദ്ധിക്കുക, കഴിവതും ചാടാതിരിക്കുക. ഗുണകരമായ ഒരു രീതിക്ക് വേണ്ടി ആവേശത്തിന് ചാടിയിരുന്നാലും പിന്നീട് അത് നിയമപരമായിട്ട് കുഴപ്പങ്ങൾ ആകാം. അതുകൊണ്ട് നല്ല ദീർഘദൃഷ്ടിയോട് കൂടി വേണം ഇന്നത്തെ കാലസ്ഥിതിക്കും ഓരോ കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എത്ര നാളത്തേക്ക് ഉണ്ടാവും? 8 വർഷത്തേക്ക്, 6 വർഷത്തേക്കിനാണ് ആദ്യത്തെ ദശ. ആദ്യത്തെ ദശ അതിലെ 2ാമത്തെ വർഷമാണ് ഈ കുട്ടിക്ക് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വർഷം മുതലേ ഇത് സംഭവിക്കേണ്ടതാണ്. അപ്പം ആദ്യത്തെ ദശയിലെ സ്വാപഹാരം കഴിഞ്ഞ് ചന്ദ്രാപഹാരം എടുത്തിരിക്കുന്ന സമയമാണ് ഈ കുട്ടി കൂട്ടുകാരുടെ കൂടെ ക്രിമിനൽ കുറ്റങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പം ആദിത്യ എന്ന് പറയുന്നത് പ്രാണപിതൃകാരകനാണ്. പിതാവിൻ്റെയും പ്രാണൻ്റെയും കാരകസ്ഥാനം അലങ്കരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം വിദ്യയുടെയും കൗശലത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അമ്മാവൻ്റെയും കാരകനാണെങ്കിൽ, സൂര്യൻ എന്ന ഗ്രഹം അച്ഛൻ്റെയും പിതൃക്കളെയും അതുപോലെ അവനവൻ്റെ പ്രാണനെയും അഭിമാനത്തെയും സൂചിപ്പിക്കുന്നതാണ്. അത് 8ാമത്തെ രാശിയിൽ നിൽക്കുന്ന
അത് കുഴപ്പമാണ്. ആരോഗ്യത്തിനെ ബാധിക്കും, കരളിനെ ബാധിക്കും, ശ്വാസകോശത്തെ ബാധിക്കും, വലിവ് രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അത് നീചസ്ഥാനമായ തുലാൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അത് ക്രിമിനൽ കുറ്റങ്ങളിൽ പെടും. അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെ ആസക്തനായിടും കാമിയായും ഭവിക്കുമേ നിർണയം സ്ത്രീപീഡന കേസുകൾ ഉണ്ടാവാം, കൂട്ടുകെട്ടുകളിൽ വാഹനാപകടങ്ങൾ ഉണ്ടാവാം, നടുവിനും ഹൃദയത്തിനും മറ്റ് ശ്വാസകോശത്തിനൊക്കെ രോഗങ്ങൾ, അതുപോലെ പകർച്ചവ്യാധികൾ ഉണ്ടാവാം, അതുപോലെ തന്നെ കൊലക്കേസ് ഉണ്ടാകാം. കണ്ടാലും മതി ചെയ്തു എന്നുള്ള കുറ്റമായി പോലീസുകാർ ഓടി ഒന്ന് പിടിക്കുമ്പം ഈ 8ൽ ആദ്യത്ത് നിൽക്കുന്നവനെ അവിടുത്തെ വീഴുന്നു, അവൻ്റെ തലയിലേക്ക് ബാക്കിയുള്ള കേസെല്ലാം വരും സ്വാഭാവികപരമായിട്ട്. കാരണം ഇവൻ വേറെ ഏതിനെങ്കിലും ഇവരെ പിടിക്കാൻ നോക്കിയിരിക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ആദ്യത്തെ ദശ നിൽക്കുന്ന ഇനി അടുത്ത 5 കൊല്ലം, അതിൽ പ്രത്യേകിച്ച് 4 കൊല്ലം കൂടെ ജയിലിൽ കിടക്കാൻ സാധ്യതയുണ്ട്. ഇനി നിരപരാധിയാണ് എങ്കിൽ അതിനുള്ള വക്കാലത്തൊക്കെ തേടി പോകാം. അതല്ല, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രായശ്ചിത്തം, നമ്മൾ കുറ്റം ഏറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങുകയാണ് നല്ലത്. അതല്ല, നിരപരാധിയാണ്, കൂട്ടുകാരൻ്റെ കൂടെ ഒന്നും തോറ്റെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കുന്നത് മിക്കവാറും ഈ ആദ്യത്തിലെ ചന്ദ്രാപഹാരം കഴിയുന്ന മുറയ്ക്ക് എടുക്കാൻ സാധിക്കും. അതായത് ഇനി 1 കൊല്ലം കൂടെ ഇതിനകത്ത് പെട്ടുകിടക്കും. അതായത് നിരപരാധി എന്ന് അവനവന് ബോധ്യമാണ്, ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പരിപൂർണമായി ബോധ്യമുണ്ടെങ്കിൽ സൂര്യഗായത്രി എന്ന് പറയുന്ന കർമ്മങ്ങൾ ഒരു 8 ദിവസം നടത്തി ശിവക്ഷേത്രത്തിൽ കടുംപായസം, കൂവളമാല, ജലധാര മുതലായവയൊക്കെ ചെയ്യുകയും ഞായറാഴ്ച ദിവസം കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കൾ ജപാ കുസുമസങ്കാശം കാശ്യപേയം മഹാദ്വിതിം തമഗ്നം സർവപാപഗ്നം ഭാസ്കരം പ്രണമാമ്യഹം. പിതൃക്കളെല്ലാം അനിഷ്ടമാകുന്ന ഒരു കാലഘട്ടമാണ് സൂര്യദശാകാലം. പനി, മഞ്ഞപ്പിത്തം മുതലായതൊക്കെ ടെമ്പറേച്ചർ കൂടി വരും. അതുപോലെ തന്നെ രാജശിക്ഷ, അതായത് ഗവൺമെൻറ് ശിക്ഷ ഉണ്ടാവുന്ന കാലമാണ് ഈ സൂര്യദശാകാലത്ത്. ഗവൺമെൻറ് സർവീസിലും കേന്ദ്ര ഗവൺമെൻറ് സർവീസിലും സെമി ഗവൺമെൻറ് സർവീസിലും വിശിഷ്യ ഗവൺമെൻറ് സർവീസിൽ ഒക്കെ ഇരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം. മേടൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശയും ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശയുമാണ് പേടിക്കേണ്ട. അത് ഗുണകരമായിട്ട് തീരും. കാരണം അവരവരുടെ സ്വന്തം വീട്ടിലും ഉച്ചബലമുള്ള ക്ഷേത്രത്തിലും ഒക്കെയാണ് നിൽക്കുന്നത്. തുലാൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും. മേലധികാരികൾ ചതിക്കും, സർക്കാർ ശിക്ഷയുണ്ടാവും, നോട്ടപ്പുള്ളിയാവും, പനിഷ്മെൻ്റ് ഉണ്ടാവും, ജയിലിനകത്ത് പിടിച്ചിടും. ചിലപ്പം അത് എന്തെങ്കിലുമൊക്കെ കനത്ത ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങാൻ ന്യായമുണ്ട്. നിരപരാധിയെങ്കിൽ ഓം ഭവസ്വതൻ സൗദുപര്യണ്യം ഭർഗോ ദേവസ്വതിമഗതിയോയോ നപ്രചോദയാൽ വിശ്വവിഖ്യാതമായ സൂര്യഗായത്രി മന്ത്രങ്ങൾ കൊണ്ട് 8 ദിവസം ഗായത്രി പൂജ നടത്തി മാണിക്യം എന്ന സൂര്യൻ്റെ രത്നം ധരിക്കുക. നിരപരാധിയാണെങ്കിൽ ഇതിന് അയവ്, ഇളവ്, ഒഴിവ് ഇതൊക്കെ കിട്ടും. അങ്ങനെ കിട്ടി വരുന്ന വർഷം ജയിൽ മോചിതനാവാം. പിന്നെ കേസുണ്ടോ ഇല്ലയോ എന്നുള്ള അന്നേരത്തെ സാഹചര്യം അനുസരിച്ച് നോക്കാം. ഏതായാലും ഇതാണ് ഇതിൻ്റെ ഫലം. സൂര്യൻ 8ൽ നീചസ്ഥാനത്ത് നിൽക്കുന്നവർ ഗവൺമെൻറ് ശിക്ഷകൾ ഏറ്റുവാങ്ങാനോ ഗവൺമെൻറ് കുറ്റകൃത്യങ്ങളിൽ പെടുവാനോ നിരപരാധിയാണെങ്കിൽ പോലും വഴിയെ പോകുന്ന വയ്യാവേലി വന്ന് കയറാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ സൂര്യഗായത്രി എന്ന പ്രതിവിധികൾ ചെയ്യുകയും കഴിവതും ഇത്തരം രംഗങ്ങളിൽ ചെന്ന് ചാടാതെ സശ്രദ്ധം ശ്രദ്ധിച്ച് ഈ കാലഘട്ടം ജീവിക്കുകയും ചെയ്യുക. അതാണ് ഇതിനുള്ള പ്രതിവിധി. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മജി അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം